10th സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ലെസണായ ബീർ ബഹൂട്ടി എന്ന ലെസൺ നോക്കാം. ഇതൊരു സ്റ്റോറിയാണ്, കഥയാണ്. ബീർ ബഹൂട്ടി എന്ന് പറയുന്നതൊരു കഹാനിയാണ്. അതെഴുതിയത് പ്രഭാത് എന്ന് പറയുന്നയാളാണ്. ലെസൺ നോക്കാം. ബാദൽ ബഹുത് ബരസ് ലിയേ ഥേ. ബാദൽ ബരസ്ന എന്ന് പറഞ്ഞാൽ മഴ പെയ്യുക. അപ്പോൾ ധാരാളം മഴ പെയ്ത് കഴിഞ്ഞിരുന്നു. ഫിർ ഭി ബഹുത് സാര പാനി ഉന്മേ ബച്ചാ ഹുവാ ഥ. എന്നിട്ടും ധാരാളം വെള്ളം അതിൽ ബാക്കി ഉണ്ടായിരുന്നു. അതായത് മഴമേഘങ്ങൾ പെയ്ത് കഴിഞ്ഞിട്ടും വീണ്ടും മേഘത്തിൽ ഇനിയും വെള്ളം മിച്ചമുണ്ട്. അതായത് മഴമേഘങ്ങൾ ഇനിയും ആകാശത്തുണ്ട് എന്നാണ് അതിനർത്ഥം. വേ ഖേത്തോം ജംഗലോം കെ ഊപ്പർ ഛായേ ഹുയേ ഥേ. ആ മേഘങ്ങൾ, അതായത് പെയ്ത് തീരാത്ത മേഘങ്ങൾ, ഖേത്തോം ജംഗലോം, ഖേത്ത് എന്ന് പറഞ്ഞാൽ വയൽ, ജംഗൽ കാട്, വയലുകളുടെയും കാടിൻ്റെയും ഒക്കെ മുകളിൽ അങ്ങനെ ഛായേ ഹുയേ ഥേ എന്ന് വെച്ചാൽ വ്യാപിച്ച് കിടക്കുകയായിരുന്നു. സാര ആകാശ് മേഘോം സേ ഭരാ ഥ. ആകാശം മുഴുവനും മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. മേഘോं की छायाओं में गीली हवाएं इधर उधर घूम रही थी. ആ മേഘങ്ങളുടെ ആ തണലിൽ, ഛായ തണൽ എന്ന് മീനിങ് ഉണ്ട്. അപ്പോൾ മേഘത്തിൻ്റെ ആ തണലിൽ ഗീലി ഹവായെ ഇധർ ഉധർ ഘൂം രഹി ഥി. നനഞ്ഞ കാറ്റ്, നനവ് പടർന്ന കാറ്റ്, ഈ മഴ പെയ്ത് നനവുള്ള കാറ്റ് ഈ മേഘങ്ങൾക്ക് താഴെയായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. അതായത് നമ്മുടെ ഈ സ്റ്റോറിയിൽ ഈ പറയുന്ന ആ സമയത്ത് പ്രകൃതിയുടെ അവസ്ഥ എങ്ങനെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് മഴ പെയ്ത് തോർന്നിട്ടും വീണ്ടും ആകാശത്ത് മഴമേഘങ്ങൾ കാണപ്പെടുന്നു. അതുകൂടാതെ നല്ല തണുത്ത കാറ്റും ഉണ്ട്. ഇത്രയുമാണ് ഈ വിവരിച്ച് പറഞ്ഞിട്ടുള്ളത്. പേടോങ്കി തനെ അഭിഭി ഗീലേ ഥേ. മരങ്ങളുടെ തന എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ തടി, അതിനെ ട്രീ ട്രങ്ക് എന്ന് പറയും. അപ്പോൾ മരത്തിൻ്റെ ആ തടി ഭാഗം ഇപ്പോഴും നനവുണ്ട്. അതായത് നല്ല മഴ പെയ്താൽ മാത്രമേ മരങ്ങളുടെ ഈ തടിയും നനയാറുള്ളൂ. മൂംഗ്ഫലിയോं के हरे खेतों में पीले फूल अभी भी गीले थे. മൂംഗ്ഫലി എന്ന് പറഞ്ഞാൽ നിലക്കടല, കപ്പലണ്ടി എന്നൊക്കെ പറയും. അത് കൃഷി ചെയ്യുന്ന ഹരേ ഖേത്തോമേ, നല്ല പച്ചപ്പുള്ള പാടങ്ങളിൽ, പീലേ ഭൂൽ അഭീഭി ഗീലേ ഥേ. ഈ നിലക്കടലയുടെ പൂക്കൾ മഞ്ഞ നിറമാണ്. അപ്പോൾ അത് കൃഷി ചെയ്യുന്ന പാടങ്ങളിലെ മഞ്ഞപ്പൂക്കൾ ഇപ്പോഴും നനവുള്ളതായിട്ടിരിക്കുന്നു മഴ പെയ്ത്. ഖേത്തോമേ ഛോട്ടാ ഛോട്ടാ ബാജറ ഉഗാഥ. ആ വയലുകളിൽ ചെറിയ ചെറിയ ബാജറ എന്ന് പറയുന്ന ഒരു ഗ്രെയിനാണ്, അവ മുളച്ച് പൊങ്ങിയിരിക്കുന്നു. ബാജറയ്ക്ക് ലംബേ പത്തലേ പത്തോമേ പാനിക്ക് ബൂന്തേ അട്ക്കി ഹുയി ഥി. ആ ബാജറയുടെ നീളമുള്ളതും വളരെ പത്തല എന്ന് വെച്ചാൽ വണ്ണം കുറഞ്ഞതുമായ ഇലകളിൽ പാനിക്ക് ബൂന്തേ അട്ക്കി ഹുയി ഥി. വെള്ളത്തുള്ളികളിങ്ങനെ പറ്റിപ്പിടിച്ച് ഇരിക്കുന്നു. ബാരിഷ് കി ഹവാമേ गीले खेतों और बारिश की हरियाली की गंध खुली हुई थी. ബാരിഷ് കി ഹവാമേ ഗീലെ ഖേത്തോ എന്ന് പറഞ്ഞാൽ മഴയിൽ മുങ്ങി നിൽക്കുന്ന വയലുകളും, അതോടൊപ്പം ബാരിഷ് കി ഹരിയാലി കി ഗന്ധ് ഖുലി ഹുയി ഥി. ഈ മഴ പെയ്യുമ്പോൾ മണ്ണിൽ നിന്നൊരു മണം വരുന്നു. അതിനെയാണ് ഇവിടെ ഗന്ധ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മഴ പെയ്ത് ഭൂമിയിൽ നിന്നുണ്ടായ ആ ഒരു മണവുമൊക്കെ അവിടെ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഒരു മഴ പെയ്യുന്ന സമയത്ത്, മഴ പെയ്ത ആ ടൈമിലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്ന് വിവരിച്ചിവിടെ പറഞ്ഞിരിക്കുകയാണ്. ഉനേം ബീർ ബഹൂട്ടിയോസെ മിൽന ഹോത്താ ഥ. അവർക്ക് ബീർ ബഹൂട്ടിയെ കാണണമായിരുന്നു. ആർക്കാണെന്ന് ഇനി പറയും. സോ വേ സ്കൂൾ കെ ലിയേ ഘർ സേ കുച്ച് സമയ പെഹലെ നിക്കൽ ആത്തേ ഥേ. അതുകൊണ്ട് അവർ, ആരെയാണ് അവരെന്ന് പറഞ്ഞിരിക്കുന്ന ഈ ബീർ ബഹൂട്ടികളെ കാണണം എന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? സ്കൂൾ കെ ലിയേ ഘർ സേ കുച്ച് സമയ പെഹലെ നിക്കൽ ആത്തേ ഥേ. സ്കൂളിൽ പോകുവാനായിട്ട് വീട്ടിൽ നിന്നും കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങാറുണ്ടായിരുന്നു. എന്തിനാണ്? ഈ ബീർ ബഹൂട്ടിയെ കാണുന്നതിന് വേണ്ടി.
ഈ ബീർബഹൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ചുവന്ന നിറത്തിലുള്ള ചെറിയ വണ്ട് പോലുള്ള ഒരു ജീവിയെയാണ് ഈ ബീർബഹൂട്ടി എന്ന് പറയുന്നത്. അത് നല്ല റെഡ് കളറാണ്. കസ്ബേസെ സട്ടേയിൻ ഖേത്തോമേ ബീർബഹൂട്ടിയാ ഖോജ കർത്തേ ഥേ. അതായത് ഈ പാരഗ്രാഫിന് തൊട്ട് മുകളിൽ വിവരിച്ച ഒരു ഖേത്ത് ഉണ്ട്, വയൽ ഉണ്ട്. അപ്പോൾ ആ വയലിലാണ് ഈ കുട്ടികൾ എന്താണ് ബീർബഹൂട്ടിയെ അന്വേഷിച്ച് പോകുന്നത്. അവരാ പോകുന്ന ആ സിറ്റുവേഷനാണ് ഇത്രയും വിവരിച്ച് പറഞ്ഞിരിക്കുന്നത്. അവർ താമസിക്കുന്ന കസ്ബ സ്ട്രീറ്റ്, അതിനടുത്തായിട്ട് ചേർന്ന് കിടക്കുന്ന ഈ വയലുകളിലാണ് എന്താ ബീർബഹൂട്ടിയാ ഖോജ കർത്തേ ഥേ, ബീർബഹൂട്ടികളെ അന്വേഷിച്ചവർ പോകുന്നത്. സുർഖ് മുലായം ഗദ്ബദി ബീർബഹൂട്ടിയ, അത് ആ ബീർബഹൂട്ടികളെ വിവരിച്ചിരിക്കുകയാണ്. സുർഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുവന്ന, മുലായം നല്ല സോഫ്റ്റായ, ഗദ്ബദി നല്ല മിനുസമുള്ള, അതായത് എന്താണ് ഷൂ ഒക്കെ പോളിഷ് ചെയ്തെടുക്കുമ്പോൾ നല്ല മിനുസമായിരിക്കും, അതായത് നല്ല ഷൈനിങ് ആയിരിക്കും. അതാണ് ഗദ്ബദിയുടെ മീനിങ്. നല്ല ഷൈനിങ് ഉള്ള, സോഫ്റ്റായിട്ടുള്ള, നല്ല ചുവന്ന കളറിലുള്ള ബീർബഹൂട്ടികൾ എന്ന് പറയുന്ന ആ ജീവി, അതിനെ വിവരിച്ച് വർണ്ണിച്ച് പറഞ്ഞിരിക്കുന്നതാണിത്. ധർത്തി പർ ചൽത്തി ഭിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്ദേ, ഭൂമിയിൽ കറങ്ങി നടക്കുന്ന, ഖൂൻ എന്ന് പറഞ്ഞാൽ ബ്ലഡിൻ്റെ തുള്ളികൾ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് വെറുതെ ഒരു ചുവന്ന കളറായതുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നതാണ്. ഈ നമ്മുടെ ഈ സ്റ്റോറി എഴുതിയ ആളിന് അങ്ങനെ ഫീൽ ചെയ്തു. അത് കണ്ടപ്പോൾ എന്താണ് ബ്ലഡിൻ്റെ തുള്ളികൾ ഇങ്ങനെ നടക്കുന്നതായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് അതങ്ങനെ എഴുതിയേക്കുന്നത്. ഉൻകെ ബസ്തേ ഉൻകി പീഠ് പർ ലദേ ഹോത്തേ ഥേ, അവരുടെ ബസ്ത എന്ന് പറഞ്ഞാൽ ബാഗ്, അവരുടെ ബാഗ് അവരുടെ എന്താണ് പീഠം എന്ന് വെച്ചാൽ പുറത്ത് ക്യാരി ചെയ്തിട്ടുണ്ടാവും. ഇതുവരെയും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുള്ളത് എന്താണ്? അവർ സ്കൂളിൽ പോകാൻ നേരത്തെ ഇറങ്ങും, അവരുടെ പുറത്ത് ബാഗ് തൂക്കിയിട്ടിട്ടുണ്ട്, അവർ ബീർബഹൂട്ടിയെ കാണാനാണ് പോകുന്നത്. ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എന്താണ്? കന്ധോപ്പർ ടങ്കേ ഹോത്തേ, തോളിലിങ്ങനെ തൂക്കിയിട്ടിരിക്കും. എന്താണ്? അവരുടെ സ്കൂൾ ബാഗ്. വേ ഏക് ദൂസരെ കെ ബഹുത് നസ്ദീക് രഹ്കർ ബൽക്കി കഹനാ ചാഹിയെ ബിൽക്കുൽ സട്കർ ബീർബഹൂട്ടിയാ ഖോജ്തേ ഥേ, അവർ രണ്ടുപേരും അടുത്തിരുന്ന് പറയേണ്ടി വരും, വളരെ ചേർന്നിരുന്ന് ബീർബഹൂട്ടികളെ ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുമായിരുന്നു. ഉനേ ദേഖ്നെ കെ ലിയെ വേ ബാരിഷ് കി ഗന്ധ് ഭരി ഭൂരി ജമീൻ പർ ബൈഠ് ജായാ കർത്തേ ഥേ, അവയെ കാണുന്നതിനായി മഴയുടെ മണമുള്ള ഈ തവിട്ട് നിറത്തിലുള്ള ഭൂമിയിൽ അവർ ഇരിക്കുമായിരുന്നു. മഴയിൽ നനഞ്ഞു കിടക്കുന്ന ഭൂമിയിൽ അവർ ഇരുന്നാണ് ഇവയെ കണ്ടുപിടിക്കുന്നത്. ബേല ദേഖോ ഇസ് ബീർബഹൂട്ടി കാ രംഗ് തുമാരെ റിബൺ കെ ജൈസ ലാൽ ഹെ, സാഹിലിനെ കഹ. അപ്പോൾ ഈ രണ്ടുപേരാരാണെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ്? ബേലയും സാഹിലും. സാഹിൽ പറയുകയാണ്, ബേല ദേഖോ ഇസ് ബീർബഹൂട്ടി കാ രംഗ് തുമാരെ റിബൺ കെ ജൈസ ലാൽ ഹെ, ആ ബേല നിൻ്റെ ഈ റിബണിൻ്റെ കളറാണ് ഈ ബീർബഹൂട്ടികൾക്ക്. അവ എന്ത് നിറമാണ്? ചുവന്ന കളറാണ്. ആര് പറഞ്ഞു? സാഹിൽ ബേലയോട് പറഞ്ഞു. തുമ്നെ കുച്ച് സുനാ ബേല, നീ വല്ലതും കേട്ടോ ബേല എന്നവൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. ഹാ സുന പഹലി ഖണ്ഡി ലഗ് ഗൈ, ആ കേട്ടു. എന്താണ് കേട്ടത്? പഹലി ഖണ്ഡി ലഗ് ഗൈ, ആദ്യത്തെ മണി അടിച്ചു, സ്കൂളിൽ ഫസ്റ്റ് ബെല്ലടിച്ചു എന്നവൾ പറഞ്ഞു. ലേക്കിൻ മുझे പെൻ മേ സ്യാഹി ഭി ഭർവാനി ഹെ ദുകാൻ സെ, പക്ഷേ എനിക്കെന്താണ് പേനയിൽ സ്യാഹി ഭർവാനി ഹെ, സ്യാഹി മഷി, പേനയിൽ നിറയ്ക്കുന്ന മഷിയെയാണ് ഈ സ്യാഹി എന്ന് പറയുന്നത്. എനിക്ക് പേനയിൽ മഷി നിറയ്ക്കാനുണ്ട്. എവിടെ നിന്നാണ്? ദൂക്കാൻ സെ, കടയിൽ നിന്ന്. അപ്പോൾ ബെല്ലടിച്ചുവെങ്കിലും എനിക്ക് കടയിൽ നിന്ന് പേനയിൽ മഷി നിറച്ചാലേ ക്ലാസ്സിലിരിക്കാൻ പറ്റുകയുള്ളൂ എന്നവൾ പറഞ്ഞു. 1981 കാ സാൽ, 1981 ആണ് വർഷം. അപ്പോൾ ഈ സ്റ്റോറി ഏത് സമയത്തുള്ളതാണ് ഈ പറയുന്നത്? 1981 രാജസ്ഥാൻ മേ ജയ്പൂർ കെ നസ്ദീക് സവാരി ഗാഡിയോം ഓർ മാൽഗാഡിയോം സെ സദാ ഭര ഫുലേര ജംഗ്ഷൻ. അപ്പോൾ 1981 രാജസ്ഥാനിലെ ജയ്പൂരിന് അടുത്തുള്ള
ഒരു സ്ഥലത്തിനെ കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. സവാരി ഗാഡിയോ മോർ മാൽഗാഡിയോ സെ സദാഭര ഫുലേര ജംഗ്ഷൻ. രാജസ്ഥാനിലെ ജയ്പൂറിനടുത്തുള്ള ഫുലേര ജംഗ്ഷനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഫുലേര ജംഗ്ഷൻ എങ്ങനെയാണ്? സവാരി ഗാഡിയോ മോർ മാൽഗാഡിയോ സെ സദാഭര. സവാരി ഗാഡി എന്ന് പറഞ്ഞാൽ യാത്രാ വാഹനങ്ങളും മാൽഗാഡി ചരക്കു വാഹനങ്ങൾ, ഇവ കൊണ്ടെപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഫുലേര ജംഗ്ഷൻ. കസ്ബെ കി ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയ. കസ്ബ എന്ന് വെച്ചാൽ സ്ട്രീറ്റ്. ആ സ്ട്രീറ്റിലെ വിജനമായതും അതോടൊപ്പം ഇടുങ്ങിയതുമായ വഴികൾ. ഗലിയോ മേ ഖാമോഷ് ഖഡേ ബിജലി കെ ഖംബെ. ഈ വഴികളിൽ നിശബ്ദമായി, ഖാമോഷ് എന്ന് പറഞ്ഞാൽ മിണ്ടാതെ നിൽക്കുന്ന, ബിജിലി കെ ഖംബെ എന്ന് പറഞ്ഞാൽ ബിജിലി ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് നാട്ടിയിരിക്കുന്ന തൂണുകൾ, പോസ്റ്റുകൾ. ഖംബോ കെ ബീച്ച് ഖിഞ്ചി താരോ കി കത്താരെ. ഈ പോസ്റ്റുകൾക്കിടയിൽ വലിച്ചു കെട്ടിയിട്ടുള്ള താരോ കി കത്താരെ, താറെന്ന് വെച്ചാൽ കമ്പികൾ, കമ്പികളുടെ ലൈനുകൾ. ഇൻ ഗലിയോ മേ ജഹാ തഹാ ദിഖായി പടേ മീഠി ഘണ്ടിയാ ബജാത്തെ ഫേരി വാലെ. ഈ ഇടവഴികളിൽ അവിടെവിടെയായിട്ട് എന്താണ് കാണപ്പെടുന്നത്? മീഠി ഖണ്ടിയാം ബജാത്തെ ഭേരിവാലെ. ഭേരിവാല എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ, കൂടുതൽ സാധനങ്ങൾ ഇങ്ങനെ ചുമന്ന് ഈ സ്ട്രീറ്റുകൾ പോലും നടക്കുന്നയാളിനെയാണ് ഈ ഭേരിവാല എന്ന് പറയുന്നത്. അയാളുടെ കയ്യിലൊരു ഖണ്ടി കാണും, മണി കാണും, അതിങ്ങനെ മധുരമായി സൗണ്ട് ഉണ്ടാക്കി നടക്കുന്നു. ഈ കന്ധേരി സി ഗലി മേ ചേസാത്ത് ഗധോं की ഖുറോं की ടാപ്പോं की ആവാസേ. ഒരു നല്ല ഇരുട്ട് നിറഞ്ഞ ഒരു സ്ട്രീറ്റിൽ, അന്ധേര എന്ന് പറഞ്ഞാൽ ഇരുട്ട് നിറഞ്ഞ സ്ട്രീറ്റിൽ ഏകദേശം 6-7 കഴുതകളുടെ കുളമ്പടി ശബ്ദം. കുളമ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാലിൻ്റെ ആ ഒരു പാദത്തിൻ്റെ ഭാഗത്തിനെയാണ് ഈ കുളമ്പെന്ന് പറയുന്നത്. അത് തറയിൽ ചവിട്ടുമ്പോഴുണ്ടാകുന്ന സൗണ്ട്. ഉൻകെ പീച്ചെ ചൽത്ത ഏക്ക് ബദൻ ഉഖാഡെ കുംഹാർ. ആ കഴുതകളുടെ ബാക്കിലായിട്ട് തൻ്റെ ശരീരം മറയ്ക്കാതെ നടക്കുന്ന ഒരു കുംഹാർ. കുംഹാർ എന്ന് പറഞ്ഞാൽ ഈ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നയാളിനെയാണ് കുംഹാർ എന്ന് പറയുന്നത്. ഇസി ദൃശ്യക്കെ ബീച്ച് സെ ഗുസർത്തെ ഹുയെ ദോ സ്കൂളി ബച്ചെ ബേല ഓർ സാഹിൽ. ഈ ദൃശ്യത്തിൻ്റെ ഇടയ്ക്ക് കടന്നു പോകുന്ന സ്കൂൾ കുട്ടികളായ ബേലയും സാഹിലും. അപ്പോൾ ഇവർ നടന്നു പോകുന്ന സ്ട്രീറ്റിൻ്റെ വർണ്ണനയാണ് ഇതുവരെ ചെയ്തത്. എന്താണ്? രാജസ്ഥാനിലെ ജയ്പൂരിൻ്റെ അടുത്തായിട്ട് വളരെ തിരക്കുള്ള ഒരു സ്ഥലമാണ് ഫുലേര ജംഗ്ഷൻ. അവിടെ യാത്രാവാഹനങ്ങളും ചരക്ക് വാഹനങ്ങളും കടന്നു പോകുന്നു. അതിനടുത്തായിട്ടൊരു സ്ട്രീറ്റുണ്ട്. ആ സ്ട്രീറ്റ് പക്ഷേ വളരെ ഇടുങ്ങിയതും വിജനമായതും ആൾത്തിരക്കില്ലാത്തതുമാണ്. ആ സ്ട്രീറ്റിൽ അവിടെയായിട്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ നാട്ടിയിട്ടുണ്ട്. അതിലൂടെ ഇങ്ങനെ വയറുകളും പോയിട്ടുണ്ട്. അതോടൊപ്പം എന്താണ്? അവിടെ സാധനങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്ന ആൾക്കാർ മണിയൊച്ചയോടെ നടന്നു പോകുന്നു, സാധനങ്ങൾ ചുമന്നു പോകുന്നയാൾ. അതോടൊപ്പം മറ്റൊരു കാഴ്ച, 6-7 കഴുതകളെയും കൊണ്ടുവരുന്ന ഒരു മൺപാത്ര നിർമ്മാണക്കാരൻ, ഇതിനിടയ്ക്കുകൂടെ കടന്നു പോകുന്ന 2 കുട്ടികൾ. ആരൊക്കെയാണ്? ബേലയും സാഹിലും. ഉൻദിനോ പെൻമേ 5 പൈസേ മേ നീലി സ്യാഹി ഭരി ജാത്തി थी. അക്കാലത്ത് പേനയിൽ 5 പൈസ കൊടുത്താൽ ബ്ലൂ കളർ ഇങ്ക് നിറച്ചു തരും, മഷി നിറച്ചു തരും. സ്റ്റേഷനറിക്ക് ദുക്കാൻ ഡ്രോപ്പർ സേ പെൻമേ സ്യാഹി ഭർത്തേ थे. സ്റ്റേഷനറി കടക്കാരൻ ഡ്രോപ്പർ ഉപയോഗിച്ച്, അതായത് തുള്ളി തുള്ളിയായിട്ട് എടുക്കുന്ന ഡ്രോപ്പർ, അതുപയോഗിച്ച് പേനയിൽ മഷി നിറച്ച് തരുമായിരുന്നു. ഇപ്പോൾ മരുന്നൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഒരു നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ മരുന്ന് അകത്തേക്ക് കയറുന്ന ഡ്രോപ്പർ കിട്ടും. അപ്പോൾ ആ ഡ്രോപ്പർ വഴിയാണ്, അതേ ഡ്രോപ്പർ ഉപയോഗിച്ചാണ് അദ്ദേഹവും പേനയിൽ മഷി നിറയ്ക്കുന്നത്. പെൻമേ കുച്ച് സ്യാഹി ബച്ചി ഥി. ആ പേനയിൽ, ആരുടെ പേനയാണ്? ബേലയുടെ പേനയിൽ കുറച്ച് മഷി ബാക്കി ഉണ്ടായിരുന്നു. ഉസേ സാഹിലിനെ ജമീൻ പർ ചിടക് ദിയ. ആ മഷി സാഹിൽ എന്ത് ചെയ്തു? തറയിലങ്ങ് കുടഞ്ഞ് കളഞ്ഞു. കാരണം എന്താണ്? ഇനിയിപ്പോൾ മഷി നിറയ്ക്കാൻ പോവുകയില്ല, എല്ലാം പുതിയതായിക്കോട്ടെ എന്ന് കരുതി കാണും.
നെയ് സ്യാഹി ഭർവാനെ കെ ലിയെ ദോനോ ദുക്കാൻ പർ പഹുഞ്ചെ. പുതിയ മഷി നിറയ്ക്കുവാനായിട്ട് രണ്ടുപേരും ദുക്കാൻ പർ പഹുഞ്ചെ, കടയിലേക്ക് എത്തി. ഏക് പെൻ സ്യാഹി ഭർ ദോ. സാഹിൽ സെ പെഹലെ ഹി ബേലാനെ ദുക്കാൻ വാലെ സെ കഹ. അപ്പോൾ കടക്കാരനോട് സാഹിൽ പറയുന്നതിന് മുന്നേ തന്നെ ബേല പറഞ്ഞു, ഈ പേനയിൽ മഷി നിറച്ചു തരൂ. ബേട്ടാ സ്യാഹി കി ബോത്തൽ അഭി അഭി ഖാലി ഹോ ഗയി ഹെ, അബ് തോ കൽ ഹി മിൽ പായേഗി. മോനെ, മഷി തീർന്നു പോയി. ബോത്തൽ എന്ന് വെച്ചാൽ ബോട്ടിൽ. മഷിയുടെ ബോട്ടിൽ ഇപ്പോഴാണ് ഒഴിഞ്ഞത്, എംറ്റി ആയത്. അതായത് കടയിലുണ്ടായിരുന്ന മഷി ഇപ്പോൾ തീർന്നു പോയതേ ഉള്ളൂ. അബ് തോ കൽ ഹി മിൽ പായേഗി, ഇനി നാളെയേ കിട്ടുകയുള്ളൂ. ലേക്കിൻ ഇസ്നെ തോ പെൻ മേം ജോ സ്യാഹി ഥി ഉസേ ഭി ജമീൻ പർ ചിടക് ദിയ, ബേല ബോലി. അപ്പോൾ ബേല പറഞ്ഞു, പക്ഷേ ഇവൻ ഈ പേനയിൽ ബാക്കി ഉണ്ടായിരുന്ന മഷി കൂടെ തറയിൽ കുടഞ്ഞ് കളഞ്ഞു. ബാദൽ കോ ദേഖ് കർ ഖടേ കോ നഹി ഠുലാന ചാഹിയെ, ദുക്കാൻ വാലെ ഭയ്യാനെ കഹ ഓർ പൂച്ച. കടക്കാരൻ ഒരു സെൻറ്റൻസ് പറഞ്ഞു, എന്നിട്ട് ചോദിച്ചു. എന്താണ് പറഞ്ഞത്? ബാദൽ കോ ദേഖ് കർ ഖടേ കോ നഹി ഠുലാന ചാഹിയെ. ബാദൽ എന്ന് പറഞ്ഞാൽ മഴക്കാറ്. മഴക്കാറ് കണ്ടിട്ട് വെള്ളത്തിലെ വെള്ളം കമഴ്ത്തിക്കളയാൻ പാടില്ല. ആകാശത്ത് മഴക്കാറ് കണ്ടു എന്ന് കരുതി അത് പെയ്യണമെന്നുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് കടയിലുള്ള ആൾ പറഞ്ഞത്. അതിൽ നിന്നും നമുക്ക് പഠിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ചിന്തിക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ല. അതോടൊപ്പം ഒരു പുതിയ വസ്തു കിട്ടുമെന്ന് കരുതി നമ്മുടെ കയ്യിലുള്ള പഴയതിനെ കളയുവാനും പാടില്ല. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതിനുശേഷം ദുക്കാൻദാർ എന്താണ് ചോദിച്ചത്? കോൺസീമേ പഠിത്തി ഹോ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പാഞ്ച്വീമേ, 5ാം ക്ലാസ്സിൽ. സാഹിലിനെ ഏസേ ബുരേ മനസ്സേ ബത്തായ ജേസേ പാഞ്ച്വീമേ പഠന പാപ് ഹെ. സാഹിലിൻ്റെ ഈ ആൻസർ കേട്ടാൽ തോന്നും എന്താണ്? ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുക എന്ന് പറയുന്നതൊരു പാപമാണെന്ന് നമുക്ക് തോന്നും അവൻ്റെ ആ ആൻസർ കേൾക്കുമ്പോൾ. ദോനോ ദുക്കാൻ വാലെ ഭയ്യാനെ കഹ, രണ്ടുപേരും 5ാണോ എന്നാണ് അതിൻ്റെ മീനിങ്. രണ്ടുപേരും എന്ന് ദുക്കാൻദാർ ചോദിച്ചു, കടക്കാരൻ ചോദിച്ചു. ദോനോ ഓർ ഹം ദോനോ കാ സെക്ഷൻ ഭി എ. അതെ, ഞങ്ങൾ രണ്ടുപേരും, അതോടൊപ്പം ഞങ്ങളുടെ സെക്ഷനും, അതായത് ഡിവിഷനും ഒന്ന് തന്നെയാണ് എ. ബേലാനെ ഏസേ ഖുഷ് ഹോക്കർ ബത്തായ ജേസേ യഹ് കോയി ബഹുത് ബഡി ബാത്ത്. ബേല വളരെ സന്തോഷത്തോടെയാണ് ഇക്കാര്യം പറഞ്ഞത്. അത് കണ്ടാൽ നമുക്ക് അത് വലിയ ഒരു കാര്യമാണെന്ന്, അത്രയ്ക്കും ഹാപ്പി ആയിട്ടാണ് അവൾ പറഞ്ഞത്. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠേ ഥേ. ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കുന്നത്. കോപ്പി മേ കാം കർത്തേ തോ ദോനോ കോപ്പി മേം കാം കർത്തേ ഥേ. ഇപ്പോൾ ഒരാൾ കോപ്പി ബുക്കിൽ എഴുതുകയാണെങ്കിൽ അടുത്തയാളും അതുപോലെ കോപ്പിയിൽ എഴുതും. കിതാബ് പഠിത്തേ തോ ദോനോ കിതാബ് പഠിത്തേ. ടെക്സ്റ്റ് വായിക്കുകയാണെങ്കിൽ രണ്ടുപേരും ഒരുപോലെ ടെക്സ്റ്റ് വായിക്കും. ബൽക്കി പാഠ് ഭി ഏക് ഹി പഠിത്തേ. പാഠവും അവർ ഒന്നു തന്നെയാണ് വായിക്കാറ്. സാഹിൽ ചമക്കുഠി സൻ 57 മേ വഹ് തൽവാർ പുരാനി थी, പഠിത്താ തോ ബേല ഭി ചമക്കുഠി സൻ 57 മേ വഹ് തൽവാർ പുരാനി थी പഠിത്തി थी. ഇപ്പോൾ സാഹിൽ ചമക്കുഠി സൻ 57 മേ വഹ് തൽവാർ പുരാനി थी എന്ന ലൈനാണ് വായിക്കുന്നതെങ്കിൽ ബേലയും അതേ ലൈൻ തന്നെ വായിക്കുമായിരുന്നു. ബേല കഹത്തി ബഹൻജി പാനി പീനെ ചലി ജാവും. ബേല ചോദിക്കും, ടീച്ചർ വെള്ളം കുടിക്കാൻ പൊക്കോട്ടെ. സാഹിൽ ഭി കഹത്ത ബഹൻജി പാനി പീനെ ചലാ ജാവും. സാഹിലും ചോദിക്കും, ടീച്ചർ വെള്ളം കുടിക്കാൻ പൊക്കോട്ടെ. ഗണിത് കെ മാട്ട് സാബ് സുരേന്ദർ ജി കാ പീരിയഡ് ഖേൽ ഖണ്ഡി കെ ബാദ് ആതാ ഥ. മാത്സിൻ്റെ ടീച്ചറായ മാട്ട് സാഹബ് എന്ന് പറയുന്ന മാസ്റ്റർ എന്നതിനെയാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവരങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, അതുകൊണ്ടാവണം. അപ്പോൾ മാത്സിൻ്റെ മാസ്റ്ററായ അഥവാ അധ്യാപകനായ സുരേന്ദർജിയുടെ പീരീഡ് വരുന്നത് ഖേൽ ഖണ്ഡി കെ ബാദാണ്. ഖേൽ ഖണ്ഡി എന്ന് വെച്ചാൽ PT പീരീഡിന് ശേഷമാണ്. ബച്ചേ ഉൻസേ കാംതേ ഥേ. അദ്ദേഹത്തിനെ കാണുമ്പോഴേ കുട്ടികൾ വിറയ്ക്കുമായിരുന്നു.
और खेलखंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. അദ്ദേഹത്തോടുള്ള ഭയം കാരണം ആ പീരീഡ് കഴിയുന്നതിന് തൊട്ട് മുന്നേ തന്നെ, അതായത് PT പീരീഡ് കഴിയുന്നതിന് 2 മിനിറ്റ് മുന്നേ തന്നെ എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ വന്ന് ഇരിക്കുമായിരുന്നു. സുരേന്ദർജി മാട്ട് സാബ് ഇസി പീരീഡ് മേ കോപ്പി ജാഞ്ച്തേ थे. സുരേന്ദർജി എന്ന് പറയുന്ന മാസ്റ്റർ അഥവാ ടീച്ചർ ഈ പീരീഡിലാണ് നോട്ടുകൾ ചെക്ക് ചെയ്യുന്നത്. ജറാസി ഗലത്തി പർ ബച്ചോं को इधर उधर फेंक देते थे या छापड़ मारने लगते थे. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ജറാസി ഗലത്തി എന്ന് പറഞ്ഞാൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അദ്ദേഹം കുട്ടികളെ പിടിച്ചങ്ങ് തള്ളി ഇടുമായിരുന്നു. ഫേങ്കിനാന്ന് വെച്ചാൽ എറിയുകയാണ്, പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് കുട്ടികളെ പിടിച്ചങ്ങ് തള്ളിയിടുക. അതല്ലെങ്കിൽ അവർക്ക് നല്ല അടി പറ്റിക്കുമായിരുന്നു. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താ തോ രുക്ന ഭൂൽ ജാത്താ ഥാ. അദ്ദേഹം തൻ്റെ കൈ പ്രയോഗിക്കാൻ തുടങ്ങിയാൽ അത് നിർത്തുവാൻ അദ്ദേഹം മറന്നു പോകുമായിരുന്നു. അതായത് കുട്ടികളെ അടിക്കുവാൻ തുടങ്ങിയാൽ അദ്ദേഹം നിർത്താറില്ലായിരുന്നു. एक दिन सुरेंदर जी माट साहब ने बेला के बालों में पंजा फंसा दिया. ഒരു ദിവസം സുരേന്ദർ ജി മാട്ട് സാബ് എന്ത് ചെയ്തു, സുരേന്ദർ എന്ന പേരുള്ള മാസ്റ്റർ എന്ത് ചെയ്തു, ബേലയുടെ മുടിയിൽ ഇങ്ങനെ തൻ്റെ കൈ കൊണ്ട് പിടിച്ചു. പഞ്ച ഫസാന എന്ന് വെച്ചാൽ കൈപ്പത്തിയെയാണ് പഞ്ച എന്ന് പറയുന്നത്. അപ്പോൾ ബേലയുടെ മുടിയെ അദ്ദേഹം കൈക്കുള്ളിൽ ഇങ്ങനെ പിടിച്ചു. पर शायद जिस गलती को पाकर वे उनके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं. അദ്ദേഹം എന്ത് തെറ്റിനാണോ അവളെ ഈ മുടിയെ പിടിച്ച് തള്ളാൻ ഉദ്ദേശിച്ചത്, വലിച്ചെറിയാൻ ഉദ്ദേശിച്ചത്, അതൊരു തെറ്റ് അല്ലായിരുന്നു. ഉനോനെ ബേലാക്കോ ഛോഡ് ദിയ. അതുകൊണ്ട് അദ്ദേഹം അവളെ അങ്ങ് വിട്ടു. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. പേടിച്ചരണ്ട അവളുടെ മുഖം കണ്ടപ്പോൾ സാഹിലും എന്ത് ചെയ്തു, പേടിച്ചുപോയി. ഉസ്നെ ദേഖാ കി ബേല കെ പാവ് അഭി ഭി കാംപ് രഹേ ഹേ. അവൻ നോക്കിയപ്പോൾ കണ്ടത് ബേലയുടെ കാലുകൾ പേടികൊണ്ട് ഇപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ജയ്സേ വ ഖടേ ഖടേ അഭി ഗിർ ജായേഗി. അത് കണ്ടാൽ നമുക്ക് തോന്നും അവൾ നിന്ന് വിറയ്ക്കുന്നത് കണ്ടാൽ ഇപ്പോൾ അങ്ങ് വീണു പോകുമെന്ന് തോന്നും. സുരേന്ദർ ജി മാട്ട് സാബ് ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा. സുരേന്ദർ ജി എന്ത് ചെയ്തു, ആ കുട്ടിയുടെ ബേലയുടെ കോപ്പി ബുക്ക്, അതായത് നോട്ട് ബുക്ക് അവൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ബൈറ്റ് അപ്പിനി ജഗ പർ. നീ നിൻ്റെ സ്ഥാനത്ത് ഇരുന്നോളൂ എന്ന് പറഞ്ഞു. ബുക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു. ബേല കാ മൻ ബഹുത് ഖരാബ് ഹോ ഗയ. ബേലയുടെ മനസ്സ് വളരെയധികം ദുഃഖിച്ചു. ഖരാബ് ഹോന എന്ന് വെച്ചാൽ ചീത്തയാവുകയാണ്, മനസ്സ് വിഷമിച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാട്ട് സാഹബിനെ ചാഹെ മുझे പീട്ട് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നഹി. അദ്ദേഹം മാസ്റ്റർ സാഹബ് എന്നെ അടിച്ചോട്ടെ, പക്ഷേ അത് സാഹിലിൻ്റെ മുമ്പിൽ വെച്ച് വേണ്ട. वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी क्योंकि वह जानती थी कि वह साहिल की नज़र में बहुत अच्छी है. സാഹിലിൻ്റെ മുന്നിൽ അവൾ വളരെയധികം നാണക്കേട് ഫീൽ ചെയ്തു. മഹസൂസ് കർണ ഫീൽ ചെയ്യുക. അതിന് കാരണം എന്താണ്, അവളോട് മാസ്റ്റർ ഇങ്ങനെ പെരുമാറിയപ്പോൾ അവൻ അവളെ അഴുക്കക്കുട്ടി, അനുസരണയില്ലാത്ത കുട്ടിയെന്നൊക്കെ ചിന്തിച്ച് കാണുമായിരിക്കുമെന്ന് അവൾ വിചാരിച്ചു. ക്യോങ്കി വഹ് ജാൻതി ഥി കി വഹ് സാഹിൽ കി നസർ മേ ബഹുത് അച്ചി ഹെ. ഇതുവരെയും അവൾ സാഹിലിൻ്റെ കണ്ണുകളിൽ വളരെ നല്ല കുട്ടി ആണ്. ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസ്സെ നസർ നഹി മിലാ പായി. അവൾ അവൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ, ബേല സാഹിലിൻ്റെ അടുത്തേക്ക് വന്നിരുന്നപ്പോൾ അവൾക്ക് അവൻ്റെ മുഖത്ത് തന്നെ നോക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്, മാസ്റ്റർ സാബ് തെറ്റ് ചെയ്തത് കാരണം തനിക്ക് പണിഷ്മെൻറ്റ് തന്നിരിക്കുന്നു, അത് സാഹിലിൻ്റെ മുന്നിൽ വെച്ചാണ് എന്നവൾ ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടാണ്. ദീപാവലി की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बांधी थी. അതിനുശേഷം മറ്റൊരു സിറ്റുവേഷൻ പറയുകയാണ്. ദീപാവലി അവധി കഴിഞ്ഞ് വന്നപ്പോൾ
എന്ത് ചെയ്തു? സ്കൂളിലെത്തിയപ്പോൾ ബേലയുടെ തലയിൽ ഒരു വെളുത്ത കെട്ട് കണ്ടു. कोई उसे होय 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 सफ़ेद पट्टी कह रहा था, तो कोई सुल्ताना डाकू, तो कोई कुछ और कहकर चिढ़ा रहा था. ഈ തലക്കെട്ടുമായിട്ട് അവൾ വന്നപ്പോൾ ഓരോ കുട്ടികളും അവളെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുകയായിരുന്നു. ചില ആൾക്കാർ ഹോയ് ഹോയ് സഫേദ് പട്ടി, അതായത് ഹായ് ഹോയ് വെള്ള തലക്കെട്ട് എന്ന് പറഞ്ഞിട്ട് കളിയാക്കി. ചില ആൾക്കാർ സുൽത്താന ഡാക്കു എന്ന് പറഞ്ഞ് കളിയാക്കി. ഡാക്കു എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരനാണ്. അപ്പോൾ കൊള്ളക്കാരുടെ രാജ്ഞി എന്നുള്ള രീതിയിൽ കളിയാക്കി. മറ്റു പലരും വേറെ പലതുമൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കുകയായിരുന്നു. യേ ക്യാ ഹോ ഗയാ ബേല, സാഹിലിനെ പരേശാൻ ഹോത്തേ ഹുയെ പൂച്ച. ഇതെന്ത് സംഭവിച്ചു ബേല എന്ന് സാഹിൽ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ചോദിച്ചു, വളരെ വിഷമത്തോടെ ചോദിച്ചു. छत से गिर गई, बेला ने हंसते हुए कहा और कहा, बहुत दिन हो गए, आज खेलखंडी में गांधी चौक में लंगड़ी टांग खेलेंगे. തൻ്റെ വീട്ടിൻ്റെ റൂഫിൽ നിന്നും വീണതാണ്. വീടെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല, റൂഫിൽ നിന്നും വീണതാണ് ഈ മുറിവിന് കാരണം. ബേല എങ്ങനെയാണത് പറഞ്ഞത്? ഹസ്തേ ഹുയേ കഹ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ബഹുത് ദിൻ ഹോ ഗയേ, ആജ് ഖേൽഖണ്ഡി മേ ഗാന്ധി ചൗക്ക് മേ ലങ്കടി ടാങ് ഖേലെങ്കെ. വളരെ ദിവസമായി, ഇന്ന് നമുക്ക് PT പീരീഡ് എന്ത് ചെയ്യണം? ഗാന്ധി ചൗക്കിൽ തൊട്ടുകളി നടത്തണം. ലങ്കടി ടാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു കാല് മടക്കി വെച്ചിട്ട് മറ്റു കുട്ടികളെ തൊടാനായിട്ട് പോകുന്ന ഒരു ഗെയിമുണ്ടല്ലോ, അതാണ് ലങ്കടി ടാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു കാല് മടക്കി വെച്ചിട്ട് ഒറ്റ കാല് കൊണ്ടിങ്ങനെ ലങ്കട എന്ന് വെച്ചാൽ എന്താണ്? മുടന്തൻ എന്നാണ് അർത്ഥം. ഒരു കാലുകൊണ്ട് മുടന്തി പോയി കളിക്കുന്ന കളിയാണ് ലങ്കടി ടാങ്ക്. നഹി ഖേലെങ്കെ തേരെ സിർമേ ഫിർസെ ലഗ് ജായേഗി തോ, കളിക്കണ്ട, ഇനിയും നിന്റെ തലയിൽ എന്തെങ്കിലും സംഭവിച്ചാലോ. നഹി ലഗേഗി, ബേലാനെ ജിദ് കി, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ബേല ശാഠ്യം പിടിച്ചു. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की ബാലു മേ പൂരി ഖേൽഖണ്ഡി ലങ്കടി ടാങ്ക് ഖേലെ. അതിനുശേഷം അവൾ എന്ത് ചെയ്തു? എല്ലാ സമയത്തും ചെയ്യുന്നത് പോലെ എല്ലാ കുട്ടികളോടുമൊപ്പം ഗാന്ധി ചൗക്കിൽ അവിടെയുള്ള ബാലു എന്ന് വെച്ചാൽ മണൽ, ഗാന്ധി ചൗക്കിൽ ഉള്ള മണലിൽ ആ ഒരു പീരീഡ് കംപ്ലീറ്റും ലങ്കടി ടാങ്ക് എന്ന് പറയുന്ന കളി കളിച്ചു. इस बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसी और समय से कुछ अधिक मुस्कुरा रही हो. ഈ ടൈമിൽ നമ്മുടെ കഥാകൃത്തൊരു ഇത് പറഞ്ഞിരിക്കുകയാണ്, ഈ കുട്ടികൾ നമ്മുടെ ഗാന്ധിജിക്ക് ചുറ്റും ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഗാന്ധിജിയുടെ ആ ഒരു മൂർത്തി എന്ന് പറഞ്ഞാൽ പ്രതിമയിൽ കാണപ്പെടുന്ന ഭാവം എന്താണ്? ഓർ സമയസെ കുച്ച് അധിക മുസ്കുരാ രഹേ ഹോ, അദ്ദേഹം മറ്റു സമയങ്ങളെക്കാൾ കൂടുതൽ ചിരിക്കുന്നതായിട്ട് തോന്നുന്നു. കുട്ടികൾ തൻ്റെ ചുറ്റും കിടന്ന് കളിക്കുന്നത് ഗാന്ധിജിക്ക് വളരെ ഇഷ്ടമായി എന്നുള്ള രീതിക്കാണിത് പറഞ്ഞിരിക്കുന്നത്. രവിവാർ കാ ദിൻ ഥാ, സാഹിൽ അപ്നെ ഘർ മേ നീം കെ പേട് കി ഡാലി പക്കടുക്കർ ചൂം രഹാ ഥാ. ഒരു സൺഡേ ആയിരുന്നു. സാഹിൽ എന്ത് ചെയ്തു? തൻ്റെ വീട്ടിലെ നീം കെ പേട്, നീം എന്ന് വെച്ചാൽ വേപ്പിൻ്റെ മരം, മരം, വേപ്പിൻ്റെ മരത്തിൻ്റെ കൊമ്പുകളിൽ പിടിച്ചിങ്ങനെ ഊഞ്ഞാലാടുകയായിരുന്നു. കൊമ്പുകളിൽ പിടിച്ചിങ്ങനെ തൂങ്ങിയാടുന്നതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വഹേക്ക് സ്റ്റൂൾ പർ ചടുക്കർ ചുൾത്താ ഥ, അവൻ ഒരു സ്റ്റൂളിൻ്റെ പുറത്ത് കയറി നിന്നാണ് ഇങ്ങനെ ആടിയിരുന്നത്. അച്ചാനക് ടൂട്ടെ സ്റ്റൂൾ കി ഏക്ക് കീൽ സാഹിൽ കി പിണ്ഡ്ലി മേ ലഗ് ഗയി, ഏക് ഇഞ്ച് ഗഹരാ ഗഡ്ഡ ഹോ ഗയ. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? പൊട്ടിയ സ്റ്റൂളിൽ നിന്നും ഒരു ആണി, കീലെന്ന് പറഞ്ഞാൽ ആണി, സാഹിലിൻ്റെ കാൽവണ്ണയിൽ ആഴ്ന്നിറങ്ങുകയും 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഗഡ്ഡ ഹോഗയ, ഒരു കുഴിയായിട്ട് മാറി. അത്രയും ഭാഗം 1 ഇഞ്ച് നീളത്തിന് ആണി കാലിൽ തറച്ചു കയറി. ഉസേ സർക്കാരി അസ്പതാൽ മേം പട്ടി ബാന്ധവാനെ കെ ലിയെ ലേ ജായാ ഗയ. അവനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഈ മുറിവ് വെച്ച് കെട്ടുവാനായിട്ട് കൊണ്ടുപോയി. ഉസ്നെ ദേഖാ കി 2 ലോഗോं को छोड़कर आगे ബേല ഖടി ഹെ. അവിടെ എത്തിയപ്പോൾ അവൻ കണ്ടത് 2 ആൾക്കാരുടെ അപ്പുറത്ത് ഫ്രണ്ടിലായിട്ട്
ആകെ എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ബേല നിൽക്കുകയാണ്. സിർമേ പട്ടി ബന്ധുവാനെ ആയി ഹെ. തലയിലെ ആ മുറിവിൽ ഡ്രസ്സ് ചെയ്യിക്കാനായിരുന്നു അവൾ വന്നത്. അതായത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും മുറിവ് ക്ലീൻ ചെയ്ത് വീണ്ടും അതുപോലെ കെട്ടിവെക്കണമല്ലോ, അത് സുഖമാവുന്നത് വരെ. അപ്പോൾ അങ്ങനെ വന്നിരിക്കുകയാണ് ബേല. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बंधी होती और एक की पिंडली में. സ്കൂളിൽ പോവുകയും വരികയും ചെയ്യുന്ന വഴികളിലും അതോടൊപ്പം ക്ലാസ്സിലും കുറേ ദിവസത്തോളം 2 കുട്ടികളെ ഇങ്ങനെ കാണുവാൻ സാധിക്കുമായിരുന്നു. എങ്ങനെയുള്ള കുട്ടികളാണ്? അതിൽ ഒരാളുടെ തലയിലും മറ്റേയാളിൻ്റെ കാൽവണ്ണയിലും കെട്ടിവെച്ചിരിക്കുന്നു. അതായത് മുറിവ് വന്നിട്ട് കെട്ട് ഉണ്ട്. ഈ കാൽവണ്ണ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ ബാക്ക് ഭാഗത്ത് മാംസളമായ ആ സോഫ്റ്റായിട്ടുള്ള ഭാഗമുണ്ടല്ലോ, അതിനെയാണ് മുട്ടിന് താഴെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഭാഗത്തിനെയാണ് കാൽവണ്ണ എന്ന് പറയുന്നത്. സഫേദ് പട്ടി വാലെ യേ ദോനോ കഹീ പർ ഭി സാത് ഹി ദിഖായി ദേത്തെ. ഈ വെള്ള കെട്ടിയ ഇവർ രണ്ടുപേരും എല്ലായിടത്തും ഒരുമിച്ചാണ് കാണപ്പെടാറ്. 5वीं कक्षा का റിസൾട്ട് ആ ഗയ. 5th സ്റ്റാൻഡേർഡിൻ്റെ റിസൾട്ട് വന്നു. ഇത് മറ്റൊരു സിറ്റുവേഷനാണ്. ദോനോ ഛട്ടി മേ ആ ഗയി. രണ്ടുപേരും 6th സ്റ്റാൻഡേർഡിൽ ആയി. യഹ് സ്കൂൾ 5वीं തക് ഹി ഥാ. ഈ സ്കൂള് 5th സ്റ്റാൻഡേർഡ് വരെ ഉള്ളൂ. സാഹിൽ അബ് തും കഹാം പഠോഗെ ബേലാനെ പൂച്ച. സാഹിൽ, നീ ഇനി എവിടെയാണ് പഠിക്കുക എന്ന് ബേല ചോദിച്ചു. ഓർ തും കഹാം പഠോഗി ബേല, സാഹിലിനെ പൂച്ച. നീ എവിടെ പഠിക്കാൻ ആണ് ഉദ്ദേശിക്കുന്നതെന്ന് ബേലയോടും സാഹിൽ ചോദിച്ചു. മേരെ പാപ്പ കഹ് രഹേ ഥേ കി തുझे രാജകീയ കന്യാ പാഠശാല മേ പഠായേംഗെ ഓർ തും. എൻ്റെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു എന്നെ രാജകീയ കന്യ എന്ന് പറയുന്ന സ്കൂളിൽ ചേർക്കാമെന്ന്. നിന്നെയോ എന്ന് ചോദിച്ചു. മുझे അഗലേ സാൽ അജ്മേർ ഭേജ് ദേങ്കെ. അടുത്ത വർഷം എന്നെ അജ്മേറിലോട്ട്, അജ്മേർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, അവിടേക്ക് അയക്കും. വഹാ ഏക്ക് ഹോസ്റ്റൽ ഹേ ഘർസേ ദൂർ വഹാ അക്കേല രഹൂങ്ക. അവിടെ ഒരു ഹോസ്റ്റലുണ്ട്, വീട്ടിൽ നിന്നും ദൂരെ ഞാൻ അവിടെ ഒറ്റയ്ക്ക് താമസിക്കും. ക്യോ സാഹിൽ, അതെന്താണ് സാഹിൽ? പത്താ നഹീ ക്യോ, അറിയില്ല എന്ന് സാഹിൽ പറഞ്ഞു. അതായത് സാഹിലിനെ ഒറ്റയ്ക്ക് ഹോസ്റ്റലിൽ നിർത്തുന്നത് എന്തിനാണെന്നാണ് കുട്ടി ബേല ചോദിച്ചത്. അപ്പോൾ സാഹിൽ പറഞ്ഞു അറിയില്ല എന്ന്. തോ യാനി കി അബ് തും ഭുലേരാമേ ഹി നഹി രഹോഗെ. അപ്പോൾ അതിനർത്ഥം നീ ഇനി മുതൽ ഈ ഭുലേര എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ താമസിക്കുകയില്ല അഥവാ കാണുകയില്ല എന്നാണോ? അതായത് ഇപ്പോൾ എന്താ, അജ്മേറിലേക്ക് പറഞ്ഞ് ഹോസ്റ്റലിലേക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ സാഹിൽ അജ്മേറിലല്ലേ താമസിക്കുക, അതാണങ്ങനെ ചോദിക്കുന്നത്. നഹി തുമാര റിപ്പോർട്ട് കാർഡ് ദിഖാന. ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നിൻ്റെ റിപ്പോർട്ട് കാർഡ്, അതായത് മാർക്ക് ലിസ്റ്റ് ഒന്ന് കാണട്ടെ, പ്രോഗ്രസ് റിപ്പോർട്ടൊന്ന് കാണട്ടെ എന്ന് സാഹിൽ പറഞ്ഞു. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ ഥാ. സാഹിൽ ബേലയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കുകയായിരുന്നു. ഓർ ബേല സാഹിൽ കാ, ബേല സാഹിലിൻ്റെയും പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കുകയായിരുന്നു. ആജ് ആഖിരി ബാരി വേ ഏക് ദൂസരെ കി കോയി ചീസ് കോ ഛൂക്കർ ദേഖ് രഹേ ഥെ. ഇന്ന് അവസാന ദിവസമാണ് രണ്ടുപേരും പരസ്പരം അവരുടെ എന്തെങ്കിലും ഒരു വസ്തു തൊട്ട് നോക്കുന്നത്. അതായത് ബേലയുടെ കയ്യിൽ സാഹിലിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടും സാഹിലിൻ്റെ കയ്യിൽ ബേലയുടെ പ്രോഗ്രസ് റിപ്പോർട്ടും ഇരിക്കുകയാണ്. ഇത് അവരുടെ സ്കൂളിലെ അവസാന ദിവസമാണ്. ഇനി അവർ പരസ്പരം കാണുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അത് അവസാനത്തെ ഒരു സംഭവമാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തുമാരി ആഖുമേ ആസൂ ക്യോ ആ രഹേ ഹേ ബേല. നിൻ്റെ കണ്ണിൽ എന്താണ് കണ്ണുനീര് വന്നത് എന്ന് സാഹിൽ ചോദിച്ചു. അതായത് നീ എന്തിന് കരയുന്നു എന്നായിരുന്നു അതിനർത്ഥം. മുझे ക്യാ പത്താ, എനിക്ക് എങ്ങനെ അറിയാനാണ്, എനിക്ക് അറിയില്ല. ബേലാനെ ഡബ്ഡബായി ആഖോ സേ ഹസ്തേ ഹുയെ കഹ. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെയാണ് ഈ ഡബ്ഡബായി എന്ന് പറയുന്നത്. ബേല ആ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാഹിൽ കി ആംഖേ ബീർബഹൂട്ടി കി തര ലാൽ ഹോനെ ലഗി ഥി. സാഹിലിൻ്റെ കണ്ണുകൾ നമ്മുടെ ലെസണിൽ
ഫസ്റ്റ് വന്ന ഒരു ജീവിയാണ്. അതായത് ബ്ലഡിൻ്റെ നിറമുള്ള ചുവന്ന രക്തത്തുള്ളികൾ പോലെ ഉള്ള ജീവിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ എന്ത് ചെയ്തു, സാഹിലിൻ്റെ കണ്ണുകളും ചുവക്കുവാൻ തുടങ്ങി. ഓർ ഉന്മേം ബാരിഷ് കി ബൂന്തോं सा പാനി ഭർ ഗയാ था. ആ കണ്ണുകളിൽ മഴ തുള്ളികൾ പോലെ വെള്ളം നിറയുവാൻ തുടങ്ങി. ബേല കഹനെ ലഗി, ബേല പറയുവാൻ തുടങ്ങി. മേ ചിടാവു അബ് തുമേ, റോനെ സൂരത്ത് സാഹിൽ, റോനെ സൂരത്ത് സാഹിൽ, ഞാൻ നിന്നെ കളിയാക്കാൻ പോവുകയാണ്. എന്താണ്, കരയുന്ന മുഖമുള്ള സാഹിൽ, കരയുന്ന സാഹിൽ എന്ന് പറഞ്ഞവൾ കളിയാക്കുവാൻ തുടങ്ങി. ബാരിഷേ ആനെ മേ 1.5 മഹീന ബാക്കി ഥ, മഴ വരുവാനിനി 1.5 മാസം ബാക്കി ഉണ്ട്. അതായത് മഴ സീസൺ ആവുവാൻ ഇനി 1.5 മാസം ഉണ്ട്. ലേക്കിൻ യഹ് ബാരിഷോं से पहले की बारिश का एक दिन था. പക്ഷേ ഇത് മഴ സീസണിന് മുന്നേ ഉള്ള ഒരു മഴയായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ബേലയുടെയും സാഹിലിൻ്റെയും കരച്ചിലിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആസ്മാൻ മേ ഘട്ടായേം ഖിരി ഥി, ആകാശത്തിൽ ഇങ്ങനെ മഴമേഘങ്ങൾ നിറഞ്ഞ് നിൽക്കുന്നു, കാർമേഘങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ധൂൽ ഭരി തേസ് ഹവായേം ചൽ രഹി ഥി, പൊടി നിറഞ്ഞ കാറ്റിങ്ങനെ സ്പീഡിൽ അടിച്ച് വരുന്നു. പാനി ബരസ് രഹാ ഥ, മഴ പെയ്യുകയാണ്. ഫുലേര കസ്ബേ കി ബാദൽ ഛായി ഏക് ഗലി മേ 5വീं से 6वीं में ചലി ഗയി ഏക് ലഡ്കി ജാ രഹി ഥി. ഫുലേര എന്ന് പറയുന്ന പ്രദേശത്ത് കാർമേഘം നിറഞ്ഞു നിൽക്കുന്നു. അവിടെ ഒരു തെരുവിലൂടെ, ഒരു സ്ട്രീറ്റിലൂടെ 5th നിന്നും 6th പാസ്സായ ഒരു പെൺകുട്ടി നടന്ന് പോവുകയാണ്. ഉസ്കെ പൂരെ ബാൽ ബീർബഹൂട്ടിയോं के रंग के लाल रिबन से ബാന്ധേ ഥേ, അവളുടെ പൂരെ രംഗ് എന്ന് പറഞ്ഞാൽ തവിട്ട് നിറത്തിലുള്ള മുടി, ബീർബഹൂട്ടിയോं के रंग के, ബീർബഹൂട്ടിയുടെ നിറത്തിലുള്ള റിബൺ കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നു. दूसरी दिशा को जाती एक गली में 5वीं से 6वीं में गया एक 11 साल का लड़का जा रहा था. മറ്റൊരു വശത്ത്, അതായത് എതിർവശത്ത് മറ്റൊരു സ്ട്രീറ്റിലൂടെ 5th നിന്നും 6th പാസ്സായ ഒരു 11 വയസ്സുകാരൻ നടന്ന് പോവുകയാണ്. ഇസ്കി പിണ്ടലി മേ ബീർബഹൂട്ടി കെ രംഗ് കാ സാ 1 इंच ലംബാ ചോട്ട് കാ നിഷാൻ ഥ, ഈ കുട്ടിയുടെ, ഈ നടന്നു പോകുന്ന ആൺകുട്ടിയുടെ കാൽവണ്ണയിൽ ബീർബഹൂട്ടിയുടെ നിറത്തിലുള്ള 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു മുറിവിൻ്റെ പാട് ഉണ്ടായിരുന്നു.